എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സാമൂഹ്യശാസ്ത്രം അതായത് സോഷ്യൽ സയൻസ് ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹഗിയ സോഫിയ നിർമ്മിച്ചത് എപ്പോഴാണ്? ഉത്തരം 6-ാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ നിർമ്മിച്ചത്. ഹഗിയ സോഫിയ ഒരു ചരിത്ര മ്യൂസിയമാക്കി ഏത് രാജ്യത്താണ് സംരക്ഷിക്കപ്പെടുന്നത്? ഉത്തരം തുർക്കി. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഉത്തരം ഇസ്താംബുൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് എപ്പോഴാണ്? 1453. നവോത്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ്? ഉത്തരം 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രമുഖ എഴുത്തുകാരിൽ ഒരാളുടെ പേരെഴുതുക. ഉത്തരം പെട്രാർക്ക്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പെട്രാർക്ക്. നവോത്ഥാന കാലഘട്ടത്തിൽ മഹാനായ ചിത്രകാരന്മാരിൽ ഒരാളുടെ പേര് എഴുതുക. ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രശസ്തമായ 2 ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം മൊണാലിസയും അവസാനത്തെ അത്താഴവും. മൈക്കലാഞ്ചലോയുടെ പ്രധാനപ്പെട്ട ഒരു ചിത്രത്തിൻ്റെ പേര് എഴുതുക. ഉത്തരം അന്ത്യവിധി. റാഫേലിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളിലൊന്ന് ഏത്? ഉത്തരം ഏതൻസിലെ വിദ്യാലയം. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ലോറൻസോ ഗിബർട്ടി. ഗട്ടാമെലീത്ത നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ഡൊണാറ്റെല്ലോ. സൗരയൂഥ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? കോപ്പർനിക്കസ്. ഭൂമി സൂര്യനെ ചുറ്റുന്നതായി പ്രഖ്യാപിച്ചത് ആരാണ്? കോപ്പർനിക്കസ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഗലീലിയോ ഗലീലി. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? 1439 ജോഹാനസ് ഗുട്ടൻബർഗ്. മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം മാർട്ടിൻ ലൂതർ. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോൺ കെ. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് വാട്ട്. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജെയിംസ് വാട്ട്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജെയിംസ് ഹാർഗ്രീവ്സ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോർജ് സ്റ്റീഫൻസൺ. കോഴിക്കോട് ഭരിച്ചിരുന്ന ഭരണാധികാരി ആരാണ്? ഉത്തരം സാമൂതിരി. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ ജില്ല. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? പോർച്ചുഗീസുകാർ. പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ ആരായിരുന്നു? ഉത്തരം കുഞ്ഞാലിമരക്കാർ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ 2 പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെ? ഉത്തരം കൊച്ചിയും കൊല്ലവും. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ആര്? ഉത്തരം ഡച്ച് ഗവർണറായ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൻ്റെ വിഷയം എന്താണ്? കേരളത്തിലെ ഔഷധ സസ്യങ്ങൾ. വാൻ റീഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പൂർത്തിയാക്കിയത് ആരുടെ സഹായത്താലാണ്? ഉത്തരം ഇ.ടി. അച്യുതൻ വൈദ്യർ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തിരുവിതാംകൂർ പരാജയപ്പെടുത്തിയത് എന്ന്? 1741. ഡച്ചുകാരുടെ മറ്റൊരു പേര്? ഉത്തരം ലന്തക്കാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം? ഉത്തരം ഗുജറാത്തിലെ സൂറത്ത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എപ്പോൾ? 1666. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇവയിൽ പോണ്ടിച്ചേരി ആയിരുന്നു ഇവരുടെ ആസ്ഥാനം. ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഉള്ള യുദ്ധങ്ങളുടെ പരമ്പര അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്?
ഉത്തരം കർണാട്ടിക് യുദ്ധം. ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് എന്ന്? 1757. ബംഗാളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം പിടിച്ചെടുത്തത് എന്ന്? 1764. സൈനിക സഹായ വ്യവസ്ഥ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം വെല്ലസ്ലി പ്രഭു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഉത്തരം ഡൽഹൌസി പ്രഭു. ബംഗാളിലെ പട്ടുനൂൽ കർഷകർ ആരായിരുന്നു? ഉത്തരം നഗോഡകൾ. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് എന്ന്? 1853 ഏപ്രിൽ 16. ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ ട്രെയിനിന് ഫ്ലാഗ് ഓഫ് ചെയ്തത് എപ്പോൾ? ഉത്തരം 1853 ഏപ്രിൽ 16. സാന്താൾ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? സിദ്ധുവും കാൻഹുവും. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോഴാണ്? 1857. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സൈന്യത്തിലെ ആദ്യ ഇന്ത്യൻ സൈനികനാര്? ഉത്തരം മംഗൾ പാണ്ഡെ. ഝാൻസിയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു? റാണി ലക്ഷ്മിബായി. കാൺപൂർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കാൻ രാജാറാം മോഹൻ റോയിയെ സഹായിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഉത്തരം വില്യം ബെൻറ്റിക് പ്രഭു. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. സത്യശോധക് സമാജ് സ്ഥാപകൻ ആര്? ജ്യോതിറാവ് ഫൂലെ. ആര്യ മഹിളാ സഭയുടെ സ്ഥാപകൻ ആര്? പണ്ഡിത രമാബായി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആര്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആംഗ്ലോ ഓറിയൻ്റൽ കോളേജിൻ്റെ മറ്റൊരു പ്രശസ്തമായ പേര്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ നൽകിയത് ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യയിലെ ഭരണ സംവിധാനവും കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെ ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം WC ബാനർജി. ഏത് കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം? 1885 മുതൽ 1905. ബംഗാൾ വിഭജിക്കപ്പെട്ടത് എപ്പോൾ? 1905. അടുത്ത ചോദ്യം. 1905 ബംഗാളിനെ വിഭജിച്ചത് ആര്? ഉത്തരം കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭങ്ങളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ആരംഭിച്ച 2 പത്രങ്ങൾ ഏതെല്ലാമായിരുന്നു? കേസരി, മറാത്ത. ബാലഗംഗാധര തിലകിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം ഏത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആര്? ആഖാ ഖാനും നവാബ് സലീമുള്ള ഖാനും. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് കൂടാതെ ബാലഗംഗാധര തിലക്. ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടി തൻ്റെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള യാത്ര ആരംഭിച്ചത് എന്ന്? 1462. ആരാണ് ഫെർഡിനാൻഡ് മഗല്ലൻ? അദ്ദേഹം ഒരു പോർച്ചുഗീസ് പര്യവേഷകനായിരുന്നു. ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.